മഹാഭാരതത്തിലെ വനപർവ്വത്തിന്റെ ഉപപർവമാകുന്ന ആരണേയ പർവ്വത്തിൽ പറയുന്ന ഒരു സന്ദർഭമാകുന്നു ഇത്. ജയദ്രഥൻ പാഞ്ചാലിയെ അപഹരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പാണ്ഡവന്മാർ അവനിൽ നിന്നും അവളെ മോചിത ആക്കുന്നു. അങ്ങനെ ആ ദുഃഖത്തിൽ പാണ്ഡവന്മാർ വീണ്ടും ദൈത്യവനത്തിൽ എത്തി. സ്വാദ് കൂടിയ ഫലമൂലങ്ങളാലും ചിത്ര വൃക്ഷങ്ങളാലും ഹൃദയം കവരുന്ന ആ സ്ഥലം മിതഭോജികളായ പാർത്ഥന്മാർ ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഭാര്യയായ കൃഷ്ണയോടുകൂടി അവിടെ പാർത്തു. അങ്ങനെ ദൈത്യവനത്തിൽ പാർക്കുമ്പോൾ യുധിഷ്ഠിരനും സഹോദരങ്ങളാകുന്ന ഭീമനും അർജുനനും മാതൃപുത്രന്മാരും ബ്രാഹ്മണർക്ക് വേണ്ടി ഒട്ടനവധി സഹായങ്ങൾ ചെയ്തു നൽകി. അവർ യജ്ഞത്തിനായി തീയുണ്ടാക്കുന്ന അരണിക്കടക്കോൽ എന്ന് പറയുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ചില്ലയിൽ ഒരിക്കൽ ഒരു മാന്റെ കൊമ്പ് കുടുങ്ങി. അരണിയോടുകൂടി, അതായത് ഈ പറഞ്ഞ കടക്കോലോടുകൂടി മൃഗം അതും കൊണ്ട് ഓടിക്കളഞ്ഞു. ആ മൃഗം പരിശ്രമിച്ച് അതിശീഘ്രം ഓടിമറയുന്നത് ബ്രാഹ്മണർ കണ്ടു. തന്റെ അരണി കിട്ടാതാകിയാൽ തന്നെ അഗ്നിഹോമങ്ങൾ തുടങ്ങുവാൻ സാധിക്കാതെ വരുന്നു. സന്യാസിമാർ യുധിഷ്ഠിരനോട് വന്ന് പറഞ്ഞു. അപ്പോൾ സഹചന്മാരോടുകൂടി അദ്ദേഹം ഇരിക്കുകയായിരുന്നു. രാജാവിന്റെ സന്നിധിയിലെത്തിയ ബ്രാഹ്മണന്മാർ ഇപ്രകാരം സങ്കടം ഉണർത്തിച്ചു. മരക്കൊമ്പ് വെച്ചിരുന്ന അരണിയും കടക്കോലും ഉരസിക്കൊണ്ടിരുന്ന മാന്റെ കൊമ്പിൽ തങ്ങി നിന്നു. അതുകൊണ്ട് ആ മൃഗം ഓടിക്കളഞ്ഞു. അതിന്റെ മാർഗം നോക്കിവെച്ച് മാനിനെ കണ്ടുപിടിച്ച് അഗ്നിഹോത്രം മുടക്കാതിരിക്കുവാൻ എന്തെങ്കിലും ചെയ്യണം. മുനിമാരുടെ വാക്കുകൾ കേട്ട് വ്യസനത്തോടെ യുധിഷ്ഠിരൻ വില്ലും ശരവും എടുത്ത് ഭ്രാതാക്കളോട് കൂടി ബ്രാഹ്മണർക്ക് വേണ്ടി മൃഗത്തിന്റെ മാർഗത്തിലൂടെ പിന്തുടർന്നു. മാൻ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്നാലും കർണിനാളിക നാരാജ ശരം തൂകുന്നവരായ ആ മഹാരഥന്മാർ, അതായത് ദശരഥൻ പണ്ടുപയോഗിച്ച അസ്ത്രം, ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് ആ അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മഹാരഥന്മാർ മാനിന്റെ നേരെ ശരം പ്രയോഗിച്ചില്ല. അതിനെ പിടിക്കുവാനായി അവർ യത്നിച്ചു. എന്നാൽ ആ മൃഗം അവരുടെ പിടിയിൽപ്പെടാതെ വീണ്ടും ഓടിത്തുടങ്ങി. മാനിനെ അന്വേഷിച്ചുകൊണ്ട് ചുറ്റും അവർ വലഞ്ഞ് നടന്നു. ആ മനസ്വികൾ കൊടുംകാട്ടിൽ ആലിന്റെ ചുവട്ടിൽ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ചെന്ന് ഇരിപ്പായി. അവർ ഇങ്ങനെ ദുഃഖിച്ച് ഇരുന്നപ്പോൾ പരവശനായ നകുലൻ ജ്യേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. നമ്മുടെ വംശത്തിൽ ആലസ്യം മുഖ്യം, അർത്ഥത്തിനോ ധർമ്മത്തിനോ ലോപം പറ്റാറില്ല. രാജാവേ, ആരോടും ഉത്തരം പറയാനില്ലാത്തവരാകുന്നു നാം. സർവഭൂതങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാകുന്നു നാം. അവന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു. ആപത്തിന് മര്യാദ എന്നൊന്നും ഇല്ല. ഇന്ന ഫലം കൊണ്ടാണ് ആപത്തിനുള്ളതെന്നോ നിശ്ചയിക്കുവാൻ വയ്യ. ഒരു കാര്യമേ നാം അറിയേണ്ടതുള്ളൂ. പ്രാരാബ്ധ രൂപമായ ധർമ്മമാണ് പുണ്യപാപങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നത്. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ഭീമനും മറുപടി പറഞ്ഞു. പറഞ്ഞിട്ടെന്ത് ഫലം? ആ പ്രതിഗാമി പാഞ്ചാലിയെ സഭയിലേക്കൊരു ദാസിയെ പോലെ വലിച്ചു കൊണ്ടുവന്നു. അവറ്റകളെ അന്ന് കൊന്നൊടുക്കാത്തതിൽ ഇന്നും ഞാൻ ഖേദിക്കുന്നു. അർജുനന്റെ പക്ഷം അർജുനനും പറഞ്ഞു. അസ്ഥി പോലും പിളരുന്ന വിധത്തിൽ അതിക്രൂരമായ തീഷ്ണ വാക്കുകൾ ആ സൂതപുത്രൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ക്ഷമയോടെ ഇരുന്നു. അതിൽ ഞാൻ ഇപ്പോൾ ദുഃഖിക്കുന്നു. സഹദേവൻ അവന്റെ പക്ഷവും പറഞ്ഞു. കള്ളച്ചൂതിൽ ഭവാനെ ശകുനി തോൽപ്പിച്ചപ്പോൾ ആ ശകുനിയെ അന്ന് ഞാൻ കൊല്ലാതിരുന്നത്, അതിൽ ഞാൻ ഇപ്പോഴും, എൻ്റെ ആ പ്രവൃത്തിയിൽ ഞാൻ ഇപ്പോഴും ഖേദിക്കുന്നു. തൻ്റെ സഹോദരങ്ങളുടെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ യുധിഷ്ഠിരൻ നകുലനോട് പറഞ്ഞു. നകുല, നീ വൃക്ഷത്തിന്റെ മുകളിൽ കയറി എല്ലാ ദിക്കിലേക്കും ഒന്ന് നോക്കുക. വെള്ളമോ വെള്ളത്തിന്റെ അടുത്ത് നിൽക്കുന്ന മരങ്ങളോ കാണുവാനാകുന്നുണ്ടോ എന്ന് നീ നോക്കുക. നിന്റെ ഭ്രാതാക്കന്മാർ എല്ലാവരും ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്. ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ ചെന്ന് നോക്കി വരാമെന്ന് പറഞ്ഞുകൊണ്ട് നകുലൻ പൊക്കമേറിയ ഒരു മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറി. ചുറ്റും നോക്കിയതിന് ശേഷം ജ്യേഷ്ഠന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ജ്യേഷ്ഠ, ഞാൻ വളരെ ജലമുള്ള ഒരിടം മരക്കൂട്ടത്തിനിടയിൽ കണ്ടു. അരയന്നങ്ങളുടെ ശബ്ദവും കേൾക്കുന്നു. ഇവിടെ തീർച്ചയായും ജലമുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു. നകുല,
നീ പോയി ആവനാഴിയിൽ കുറച്ച് വെള്ളം നിറച്ചുകൊണ്ട് വരിക. ജ്യേഷ്ഠൻ പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ ഉടനെ പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നകുലൻ വെള്ളമുള്ള ഇടത്തേക്ക് ക്ഷണത്തിൽ പോയി. അവിടെ എത്തി അവിടെ അരയന്നങ്ങൾ കളിക്കുന്ന നിർമ്മലമായ പൊയ്ക കണ്ടു. അവൻ അതിലിറങ്ങി വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു ആകാശഭാഷ്യം കേട്ടു, അതായത് അശരീരി കേട്ടു. ശ്രേഷ്ഠ, സാഹസം കാണിക്കരുത്. ഇതെന്റെ പൂർവികന്റെ സ്വത്താകുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഈ ജലം പാനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അവൻ ആ വാക്കുകൾ കേൾക്കാതെ കുളിർജലം കുടിച്ചു. അത് കുടിച്ച ഉടനെ തന്നെ നകുലൻ വീണുപോയി. നകുലന്റെ മടങ്ങിവരവ് കാണാതെ യുധിഷ്ഠിരൻ പരവശനായി തീർന്നു. അദ്ദേഹം സഹദേവനോട് പറഞ്ഞു, സഹദേവ, നകുലനെ കാണാനില്ലല്ലോ. എന്താണ് താമസിക്കുന്നത്? നീ ഉടനെ തന്നെ അവനെയും കൊണ്ട് വെള്ളവുമായി എത്തണം, അങ്ങോട്ട് പോവുക. ജ്യേഷ്ഠൻ പറഞ്ഞ ഉടനെ തന്നെ സഹദേവൻ നകുലനെയും അന്വേഷിച്ചുകൊണ്ട് ആ ദിക്കിലേക്ക് പോയി. സരസിന്റെ തീരത്ത് എത്തിയപ്പോൾ ജ്യേഷ്ഠനായ നകുലൻ ഭൂമിയിൽ ഹതനായി വീണു കിടക്കുന്നത് കണ്ട് ഭ്രാതശോകാർത്തിതനായ അവൻ ആ ജലത്തിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ഇപ്രകാരം ഒരു വാക്ക് കേട്ടു, ഹേ സഹദേവ, സാഹസം കാണിക്കരുത്. ഇതെന്റെ പൂർവികന്റെ സ്വത്താകുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന നിനക്ക് ജലം കുടിക്കുവാൻ കഴിയുകയുള്ളൂ. ആ വാക്ക് കേട്ടുകൊണ്ട് അതിൽ വാശിയേറി സഹദേവൻ ആ തടാകത്തിൽ നിന്നും ഒരു കുമ്പിൾ ജലമെടുത്ത് കുടിച്ചു. കുടിച്ച നിമിഷം തന്നെ അവനും ബോധരഹിതനായി വീണു. നകുലനെയും സഹദേവനെയും കാണാതെ വന്നപ്പോൾ ധർമ്മപുത്രർ അർജുനനോട് പറഞ്ഞു, അർജുന, നകുല സഹദേവന്മാരെ എന്തുകൊണ്ടാണ് കാണാനില്ലാത്തതെന്ന് നീ പോയി നോക്കിയിട്ട് അവരെ ഇരുവരെയുമായി വന്നാലും. പ്രകാരം ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അർജുനൻ അമ്പും വില്ലും വാളുമായി പുറപ്പെട്ടു. അദ്ദേഹം സരസിനടുത്ത് ചെന്നു. വെള്ളം കൊണ്ടുവരാൻ പോയ ആ പുരുഷവ്യാഘ്രന്മാർ രണ്ടുപേരും ഹതരായി കിടക്കുന്നു. അവരെ കണ്ടതും ദുഃഖിതനായ അർജുനൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു തന്റെ വില്ലുയർത്തി ചുറ്റുപാടും നോക്കി. ആ ഭയങ്കരമായ കാട്ടിൽ ഒരു ജീവി പോലും ഇല്ല അവരെയൊന്ന് ഉപദ്രവിക്കുവാനായി. പിന്നെ വെള്ളം കണ്ടപ്പോൾ സവ്യസാചി അടുത്തു ചെന്നു. തളർന്നവനായ അർജുനൻ വെള്ളത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തപ്പോൾ ആകാശത്തിൽ നിന്നും മുൻപ് പറഞ്ഞ അതേ പദങ്ങൾ പറഞ്ഞു, സാഹസം കാട്ടരുത്. ഇതെന്റെ പൂർവികന്റെ സ്വത്താകുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുകയാൽ തന്നെ നിനക്ക് ഈ ജലം കുടിക്കാവുന്നതാകുന്നു എന്ന് പറയുന്നു. ഇപ്രകാരം അദൃശ്യനായി നിന്നുകൊണ്ട് അർജുനനോട് ആരോ പറയുന്നത് കേട്ടുകൊണ്ട് അർജുനന് കോപമുണർന്നു. അർജുനൻ പറഞ്ഞു, നീ നേരെ വന്ന് എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വന്ന് വീരനാണെങ്കിൽ തടുക്കുക. അപ്പോൾ കാണാം, അമ്പേറ്റ നീ പിന്നെ ഒന്നും പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ശരമെടുത്ത് ശബ്ദഭേദം കാട്ടുന്ന വിധം ദിക്കിലൊക്കെ വർഷിച്ചു. അസംഖ്യം വർഷങ്ങൾ അവൻ ആകാശത്തേക്ക് ചൊരിഞ്ഞു. ആ അദൃശ്യരൂപി പറഞ്ഞു, ഈ പ്രയത്നം കൊണ്ട് അർജുന യാതൊരു കാര്യവും ഇല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. അല്ലാതെ നീ വെള്ളം കുടിച്ചാൽ ഉടനെ തന്നെ നിന്റെ കഥയും കഴിയും. ഇപ്രകാരം ആ അദൃശ്യരൂപി പറയുന്നത് കേട്ട് സവ്യസാചിയായ ധനഞ്ജയൻ ആ വാക്ക് വകവയ്ക്കാതെ വെള്ളം കോരി കുടിച്ചു. അങ്ങനെ അർജുനനും നിലത്ത് വീണു. അർജുനനെയും കാണാതായപ്പോൾ പരിഭ്രാന്തനായ ധർമ്മപുത്രർ ഭീമനോട് പറഞ്ഞു, നകുലനെയും സഹദേവനെയും അർജുനനെയും വെള്ളത്തിനായി പോയിട്ട് കാണുന്നില്ലല്ലോ. ഭീമ, നീ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുക. ഭീമൻ അത് കേട്ടുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ അത്ഭുതം, സഹോദരന്മാരേവരും വീണ കിടക്കുന്നു, പ്രത്യേകിച്ച് അർജുനൻ വരെ. അവരെ കണ്ട് ദുഃഖിച്ച് ദാഹം കൊണ്ട് പൊരിഞ്ഞിട്ടും ഇത് ചെയ്തത് ആരാണെന്നറിയുവാൻ അദ്ദേഹം തന്റെ ശൗര്യവുമായി നിലകൊണ്ടു. അങ്ങനെ നിൽക്കുന്ന ഭീമനോടും ആ അശരീരി ഉണർന്നു. നകുലനോടും സഹദേവനോടും അർജുനനോടും പറഞ്ഞ അതേ അശരീരി തന്നെ ഭീമനോടും പറഞ്ഞു. എന്നാൽ ഭീമനും അത് വകവെച്ചില്ല. ബൃഹോദരനും പോയി വെള്ളം കുടിച്ചു. ഉടനെ തന്നെ അദ്ദേഹവും വീണു. ഭീമനെയും കാണാതായപ്പോൾ വളരെ നേരം കാത്തിരുന്ന് ഇപ്രകാരം വീണ്ടും വീണ്ടും യുധിഷ്ഠിരൻ പറഞ്ഞു,
മാദ്രേയന്മാർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അർജുനനെ കാണാത്തത് എന്താകുന്നു? ശക്തനായ ഭീമന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ അവരെ അന്വേഷിച്ച് പൊയ്ക്കൊള്ളാം എന്നുറപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ വെന്തു നീറുന്ന ഹൃദയത്തോടു കൂടി വിലാപം മുഴക്കിക്കൊണ്ട് പുറപ്പെട്ടു. പിന്നെയും ധർമ്മരാജാവ് ചിന്തിച്ചു, ഈ കാട് ദുഷ്ടനാണോ? ആ മൃഗം ദുഷ്ടനായിരുന്നുവോ? വല്ല മഹാനെയും അവർ നിന്ദിച്ചു കാണുമോ? ശാപത്താൽ അവർ ഭസ്മരായി തീർന്നുവോ? കാട്ടിലെങ്ങും വെള്ളം കാണാതെ വന്നപ്പോൾ വെള്ളം തേടി നടക്കുകയാണോ ഇനി അവർ? അവർ മടങ്ങിയെത്താത്തതിന്റെ കാരണം എന്താകുന്നു? ഞാൻ പാഞ്ചാലിയോടും മാതാവിനോടും എന്തു പറയും? ഇപ്രകാരം പല ചിന്തകളും ഓർത്ത് ധർമ്മരാജാവ് വിജനമായ ആ ഭയങ്കര കാനനത്തിലൂടെ നടന്നു. രുരു, മാൻ, പന്നികൾ, പലതരം പക്ഷിക്കൂട്ടങ്ങൾ ഇവകളെല്ലാം ചേർന്ന് നീലിമയോടെ ശോഭിക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞതുമായ ഒരിടത്ത് ചെന്ന് വണ്ടും പക്ഷികളും ശബ്ദിച്ചുകൊണ്ട് ഇരിക്കുന്ന പ്രദേശം, സ്വർണം കൊണ്ട് പടവുകൾ കെട്ടിയ ഭംഗിയേറിയ പ്രദേശം, വിശ്വകർമാവ് നിർമ്മിച്ചതുപോലെയുള്ള ഒരു പ്രദേശം, അവിടെ ഒരു പൊയ്ക, താമരകൾ നിരന്ന് വികസിച്ച് സുന്ദരമായി നിൽക്കുന്ന പൊയ്ക. യുധിഷ്ഠിരൻ അവിടേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു. യുധിഷ്ഠിരൻ കൗതുകത്തോടെ നോക്കി നിന്ന സരസിന്റെ സമീപത്ത് എത്തി. ഇറങ്ങുവാൻ ഭാവിക്കുമ്പോൾ കണ്ട കാഴ്ച ഭയങ്കരം ആകുന്നു. ഇന്ദ്രന് തുല്യന്മാരായ തന്റെ സഹോദരന്മാർ ജീവനറ്റ് കിടക്കുന്നു. അമ്പും വില്ലും ചിതറി വീണ് കിടക്കുന്ന നിലയിൽ അർജുനൻ കിടക്കുന്നു. ഭീമസേനനും മാദ്രേയന്മാരും മരിച്ച നിലയിൽ തന്നെ കിടക്കുന്നു. ആ സഹോദരന്മാരുടെ കിടപ്പ് കണ്ട് ശോകത്താൽ ചുട്ട നെടുവീർപ്പ് ഇട്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കി വലിയ വായിൽ വിലപിച്ചുകൊണ്ട് പരവശനായി നിൽക്കുന്ന യുധിഷ്ഠിരൻ എണ്ണിപ്പെറുക്കി ഓരോന്നും പറയുവാൻ തുടങ്ങി. വൃഹോദര, ദുര്യോധനന്റെ തുടകൾ യുദ്ധത്തിൽ ഗത കൊണ്ട് അടിച്ചൊടിക്കാമെന്ന് നീ ശപഥം ചെയ്തതല്ലേ? നിന്റെ ശപഥമൊക്കെ നീ വീണുപോയ മൂലം പാഴായിരിക്കുന്നില്ലേ? സാധാരണ മനുഷ്യർ വല്ലതുമൊക്കെ പറയുന്നത് പോലെ. എന്നാൽ മഹാരഥന്മാർക്കും മഹാബാഹുക്കൾക്കും കുരുകുലത്തിനും കീർത്തി വളർന്നു വരികയാണല്ലോ. അങ്ങനെ തുടങ്ങി യുധിഷ്ഠിരൻ ഓരോ സഹോദരന്മാരുടെയും അടുത്തു ചെന്ന് നിലവിളിച്ചുകൊണ്ട് ഓരോന്നും പുലമ്പി. അപ്പോഴാകുന്നു ആ യമധർമ്മന്റെ പുത്രൻ ശ്രദ്ധിച്ചത്, ഇവരുടെ ദേഹത്തൊന്നും ശസ്ത്രങ്ങളേറ്റതോ അസ്ത്രങ്ങളേറ്റതുമായ പാടുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് മനുഷ്യരാരുമല്ല തൻ്റെ സഹോദരങ്ങളെ വീഴ്ത്തിയത്. അക്കാര്യം തീർച്ചയാകുന്നുവെന്ന്. പിന്നെ ആരായിരിക്കും? ഭൂതമാണ്, അതിലൊരു സംശയവും ഇല്ല. ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ദുര്യോധനന്റെ ഗൂഢമായ പണിവെല്ലം ആകുമോ? വക്രബുദ്ധിയായ ശകുനിയുടെ കുസൃതി വിദ്യകൾ ആകുമോ? കാര്യവും അകാര്യവും ആ ദുഷ്ടന് ഒരുപോലെ തന്നെ ആകുന്നു. എന്നിരുന്നാലും ഇങ്ങനെ കിടക്കുകയാൽ തന്നെ അവർക്ക് വൈകൃതങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ലല്ലോ. പ്രത്യേകിച്ച് മഹാപ്രവാഹ വേഗത്തിൽ കാലാന്തകനെ പോലെ എതിർക്കുന്ന ശക്തിയുള്ളവരായ ഇവരെ എങ്ങനെ ഇപ്രകാരം ചെയ്യും? ഇങ്ങനെ ധർമ്മപുത്രർ വിഷമിച്ച് നിൽക്കുമ്പോൾ ആകാശത്ത് നിന്നൊരു അശരീരി കേട്ടു. ഞാൻ മത്സ്യങ്ങളെ തിന്നുന്ന കൊക്കാകുന്നു. നിന്റെ സഹോദരന്മാരെയൊക്കെ ഞാനാണ് കൊന്നത്. ഞാൻ ചോദിക്കുന്ന ശരിയായ ചോദ്യത്തിന് ഉത്തരം നൽകുകയാൽ തന്നെ അഞ്ചാമനായ നിന്നെയും ഞാൻ കൊല്ലാതെ വിടും. ഇതെന്റെ പൂർവികന്റെ സ്വത്താകുന്ന തടാകം ആകുന്നു. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നിനക്കിതിൽ നിന്നും വെള്ളം കുടിക്കാം. ഇതിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുകയും ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ കഥയും ഇതുപോലെ തന്നെ അവസാനിപ്പിക്കും ഞാൻ. യുധിഷ്ഠിരൻ അശരീരി കേട്ടുകൊണ്ട് ചോദിക്കുന്നു, ഭവാൻ ആരാകുന്നു? വസുവാണോ? രുദ്രന്മാരാകുന്നുവോ? മരുത്തുകൾ ആകുന്നുവോ? എന്നിവരുടെ കൂട്ടത്തിൽ ഭവാൻ അവരുടെ നായകൻ ആകുന്നുവോ? ഭവാൻ ഏത് ദേവനാകുന്നു? അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭവാൻ പക്ഷിയല്ല, തീർച്ചയാണ്. പക്ഷിക്കിത്രയും കാര്യഗൗരവങ്ങൾ അറിയുവാൻ കഴിയുകയില്ല. ഹിമാലയം, പാരിയാത്രം, വിന്ധ്യൻ, മലയം എന്നീ 4 തേജസ്വികളായ പർവ്വതങ്ങൾ അടിച്ച് താഴെ വീഴ്ത്തിയിരിക്കുന്നത്. അവർ കിടക്കുന്ന കിടപ്പ് നോക്കൂ. മഹാബലനായ ഭവാൻ ചെയ്ത കർമ്മം ഏറ്റവും വലിയതാകുന്നു.
ദേവന്മാർക്കും ദാനവന്മാർക്കും ഗന്ധർവന്മാർക്കും യക്ഷന്മാർക്കും അപ്സരസുകൾക്കും പോരിൽ താങ്ങുവാൻ കഴിയാത്ത ഈ മഹാരഥന്മാരെ അങ്ങ് എങ്ങനെയാണ് അടിച്ചു വീഴ്ത്തിയിരിക്കുന്നത്? അങ്ങ് സാധാരണ ദേവനൊന്നുമല്ല. ഇത് മഹാ അത്ഭുതം തന്നെയാകുന്നു. ഭവാൻ ഏതു കാര്യത്തിലാണ് ഈ മഹാസാഹസം ചെയ്തു വച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാകുന്നു അങ്ങ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? എനിക്കിതിൽ വളരെ കൗതുകം ഉണ്ടാകുന്നു. എൻ്റെ ഹൃദയം ഉഴലുകയാകുന്നു, തല പുകയുകയാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഭവാൻ ആരാകുന്നു? യുധിഷ്ഠിരന്റെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ആ ശബ്ദം പറയുന്നു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ജലചരനായ പക്ഷിയല്ല, നിന്റെ ശക്തന്മാരായ ഭ്രാതാക്കന്മാരെയൊക്കെ കൊല്ലുന്നവനാകുന്നു ഞാൻ. രൂക്ഷമായ അക്ഷരത്തോടു കൂടിയ അമംഗളമായ വാക്കുകൾ കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ അല്പം മാറി നിന്നു. ശേഷം ധർമ്മപുത്രൻ ആ യക്ഷന്റെ രൂപം ദർശിച്ചു. അദൃശ്യനും മഹാകായനും പർവ്വതതുല്യനും ഉജ്ജ്വലിക്കുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനുമായ പനയോലം നീണ്ട വൃക്ഷക്കൂട്ടത്തെ കവിഞ്ഞു നിൽക്കുന്ന നിലയിൽ അവനെ കണ്ടു. അവൻ മേഘനിർഘോഷം പോലെ സംസാരം തുടരുന്നു. നിന്റെ ഈ അനുജന്മാരെ ഞാൻ വീണ്ടും വീണ്ടും തടുത്തിട്ടും ബലമായി ജലം അപഹരിക്കുവാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വധിച്ചു. നിനക്ക് ജീവനിൽ കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ജലം കുടിക്കരുത്. നീ സാഹസം ചെയ്യരുത്. ഇതെന്റെ പൂർവ്വസ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാൽ തന്നെ നിനക്ക് ഈ വെള്ളം കുടിക്കാം. ഇങ്ങനെയുള്ള ആ സത്വത്തിന്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, പൂർവ്വസ്വത്തൊന്നും എനിക്ക് വേണ്ട. എനിക്കൊട്ട് ആഗ്രഹവും ഇല്ല. സൽപുരുഷന്മാരാരും തന്നെത്താനെ പുകഴ്ത്തുകയില്ല. ബുദ്ധിക്ക് അടുത്ത വിധം നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. ഭവാൻ ചോദിച്ചു കൊള്ളുക. യുധിഷ്ഠിരവാക്യത്തിന് മറുപടിയായി ആ ശബ്ദം പറഞ്ഞു, ആദിത്യനെ, അതായത് സൂര്യനെ ഏന്തുന്നവൻ ആരാകുന്നു? അവന്റെ അനുചരന്മാർ ആരാകുന്നു? ആരാണ് അസ്തമിപ്പിക്കുന്നത്? എന്തിനാണ് സൂര്യന്റെ നിലനിൽപ്പ്? ഇങ്ങനെയുള്ള അശരീരി കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ അതിന് മറുപടി പറഞ്ഞു, സൂര്യനെ ഏന്തുന്നത് ബ്രഹ്മം ആകുന്നു. ദേവന്മാരാകുന്നു അനുചരന്മാർ. ആദിത്യനെ അസ്തമിപ്പിക്കുന്നത് ധർമ്മം ആകുന്നു. സത്യത്തിന്മേലാണ് സൂര്യന്റെ നിലനിൽപ്പ് എന്ന്. യുധിഷ്ഠിരന്റെ മറുപടി കേട്ട് യക്ഷൻ അടുത്തതായുള്ള ചോദ്യം ചോദിച്ചു, എങ്ങനെയാകുന്നു സ്ത്രോത്രിയർ ഉണ്ടാകുന്നത്? മഹത്തിനെ എങ്ങനെയാണ് അറിയുന്നത്? സഹായവാനാകുന്നത് എങ്ങനെ ആകുന്നു? എന്തിനാലാകുന്നു ബുദ്ധിമാന്മാർ ആകുന്നത്? ഇത്തരമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും യുധിഷ്ഠിരൻ പറഞ്ഞു. ആചാര്യന്റെ മുഖത്ത് നിന്ന് വേദാർത്ഥങ്ങൾ അവതാരങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വേദാധ്യായങ്ങൾ ശ്രോതിയിൽ ഉണ്ടാകുന്നു. തപസ്സുകൊണ്ട് ശ്രുതാർത്ഥത്തിൽ അവലോകനം ചെയ്യുമ്പോൾ മഹത്തിനെ ബ്രഹ്മത്തെ അറിയുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർ ബുദ്ധിയുള്ളവർ ആകുന്നു. വൃദ്ധജനങ്ങളെ സേവിക്കുന്നത് കൊണ്ട് ബുദ്ധിമാന്മാരും ആകുന്നു. ആ യക്ഷന്റെ അടുത്തതായുള്ള ചോദ്യം, ബ്രാഹ്മണർക്ക് ദിവ്യത്വം എന്താണ്? സദാചാരം എന്നാൽ എന്താകുന്നു? മനുഷ്യത്വം എന്താകുന്നു? സത്തായ ധർമ്മം എന്താകുന്നു? ദുഷ്ടമായ ധർമ്മം എന്താകുന്നു? ഇത്തരമുള്ള ആ യക്ഷന്റെ ചോദ്യത്തിന്, അതായത് ആ ശബ്ദത്തിന്റെ ചോദ്യത്തിന് ആ യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ബ്രാഹ്മണർക്ക് സ്വായസം, അതായത് വേദാധ്യായം പഠിക്കാം. സദാചാരം തപസ്സാകുന്നു. ജനന മരണങ്ങളാണ് മാനുഷത്വം. അപവാദങ്ങൾ പറയുക എന്നത് ദുഷ്ധർമ്മം ആകുന്നു. പ്രകാരമുള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി ധർമ്മത്തിന് അനുസരിച്ച് യുധിഷ്ഠിരൻ മറുപടി നൽകി. യുധിഷ്ഠിരനോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരങ്ങളുടെ എല്ലാം ജീവൻ ഞാൻ തിരിച്ചു തരാം. പാണ്ഡവരെ പരീക്ഷിക്കുവാനായി, പ്രത്യേകിച്ച് ധർമ്മപുത്രരുടെ ധർമ്മം എന്താണെന്ന് അളക്കുവാനായി ധർമ്മജന്റെ പിതാവാകുന്ന ധർമ്മദേവൻ തന്നെയാകുന്നു ഈ യക്ഷന്റെ രൂപത്തിൽ അവർക്കിടയിലേക്ക് വന്നതും. അദ്ദേഹത്തിന്റെ സ്വരൂപം അവർക്കേവർക്കും മുൻപിൽ കാണിച്ചു കൊടുത്തു. യുധിഷ്ഠിരൻ പറഞ്ഞു, ശാശ്വതനും ദേവനുമായ ഭവാനെ ഞാൻ പ്രത്യക്ഷമായി കണ്ടു. പിതാവേ, ഭവാൻ സസന്തോഷം തരുന്ന വരം ഞാൻ വാങ്ങിച്ചു കൊള്ളാം.
ലോഹമോഹങ്ങളെയും ക്രോധങ്ങളെയും ജയിക്കുവാൻ എനിക്ക് കഴിയണം. ദാനം, തപസ്, സത്യം ഇവയിൽ നിന്നും എൻ്റെ മനസ്സൊരിക്കലും വ്യതിചലിക്കരുത്. ധർമ്മജന്റെ വാക്യത്തിന് മറുപടിയായി ധർമ്മദേവൻ പറഞ്ഞു, സ്വഭാവത്താൽ ഭവാൻ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവനാകുന്നു. നീ ധർമ്മം തന്നെ ആവുന്നു. ഭവാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മ ഭഗവാൻ മനസ്വികളാകുന്ന പാണ്ഡവന്മാർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷൻ ആയി.